അച്ഛമ്മ ഇപ്പൊ നല്ല ഉറക്കമായിരിക്കും. അച്ഛമ്മയോട് എന്ത് പറയൂ അച്ഛാ? നീ അതോർത്ത് തല വയ്ക്കണ്ട, ഞാനില്ലേ. ആര്? ഞാനാണമ്മേ, വിജയൻ. അമ്മ ഉറക്കം പിടിച്ചായിരുന്നല്ലേ? നിങ്ങൾ എവിടുന്ന് വരുവാ? വീട്ടിൽ നിന്ന്. ഏത് വീട്ടിൽ നിന്ന്? എങ്ങാണ്ട് പോയിട്ട് വരുന്ന മാതിരി. അമ്മ കലവൂർന്ന് വരാ. ഇതെന്ത് പറ്റിയാണ് ഈ പാതിരായ്ക്ക്? പാതിരായ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി. എന്ത് പറ്റിയെന്ന് പറയടാ. എന്റെ അമ്മ അവിടെ നിന്ന് ഒന്നുകിൽ കൊലപാതകം നടത്തേണ്ടി വരും, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും. അതിന്റെയൊക്കെ നടുവിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് വരിക. മനസ്സിലാകുന്ന ഭാഷ പറയാൻ പറ്റുമോ നിനക്ക്? ഇവിടെ നിന്നുകൊണ്ട് തന്നെ പറയണോ? അല്ലാതെ അമ്മ ഞങ്ങളെ അകത്തേക്ക് കയറ്റില്ലേ? ഞാൻ ഓർക്കപ്പുറത്ത് നിങ്ങളെ കണ്ടപ്പോ അതൊക്കെ മറന്നു. വാ വാ കേറി വാ. വാ മോളെ. അമ്മേ, ഞാനാ. എന്നാടി രാവിലെ ഒരു വിളി? ഒരു പ്രശ്നമുണ്ട് അമ്മേ. നീ ഇന്നലെ ഇവിടുന്ന് അങ്ങ് പോയതല്ലേ ഉള്ളൂ? അവിടെ ചെന്ന് ഉടനെ പ്രശ്നം ഉണ്ടായോ? അമ്മയ്ക്ക് അറിയാലോ വിജയേട്ടൻ ഇവിടെ മിഞ്ഞാന്ന് രാത്രി വന്ന കാര്യം. അതുകൊണ്ടല്ലേ നീ ഇന്നലെ രാവിലെ അങ്ങോട്ട് പോയേ? ഞാനും വിജയേട്ടനും തമ്മില് ഒന്നും രണ്ടും പറഞ്ഞു ഉടക്കി. അതിനൊന്നും ഒരു കുഴപ്പമില്ല, ഉടക്കണം. നമ്മളെ ഈ ആണുങ്ങൾക്ക് ഒരു സ്വസ്ഥതയും കൊടുക്കരുത്. സ്വസ്ഥത കൊടുത്താല് അവര് വേറെ സുഖം തേടിപ്പോ. എപ്പോഴും അലട്ടണോടി, പിന്നെ അവരത് വെച്ച് തല പുകച്ചോണ്ടിരിക്കും. എന്റെ അമ്മേ, വിജയേട്ടൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അയ്യോടി, എങ്ങോട്ട് ഇറങ്ങിപ്പോയി? അറിഞ്ഞൂടാ. പിണങ്ങിപ്പോയതാണോടി? അതേന്ന്. അതൊന്നും സാരമില്ല, എവിടെ പോയാലും തിരിച്ചു വന്നോളും. നമ്മളെ വളർത്തുന്ന പട്ടിയെ ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മൾ അടി കൊടുത്താ മുങ്ങിക്കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ. പക്ഷെ തിന്നാൻ നേരത്തുണ്ടല്ലോ പാല് വാട്ടിക്കൊണ്ട് തിരിച്ചു വരും. അല്ല പിന്നെ അമ്മേ, വിജയേട്ടൻ ജാനിയെ വിളിച്ചുകൊണ്ടാ പോയത് ഇന്നലെ പാതിരാത്രിക്ക്. ഇനി ഈ വീട്ടിൽ താമസിക്കില്ലെന്നും പറഞ്ഞാ പോയത്. എങ്ങോട്ടാ പോയേ? അത് അറിഞ്ഞുകൂടാ. നീ എന്തൊരു വണ്ടിയാടി, അവരെങ്ങനെ വിട്ടാ കൊള്ളാവോ? ഞാൻ വിട്ടതല്ലോ, തന്നെത്താൻ ചാടി പോയതല്ലേ. അങ്ങനെ പോകാൻ നീ സമ്മതിക്കരുതായിരുന്നു. അവര് രണ്ടുപേരും കൂടെ വീട്ടിൽ നിന്ന് പോയെന്ന് പറഞ്ഞാ പിന്നെ നമ്മുടെ കൈവിട്ടു പോയ പോലെ അല്ലേടി. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? എങ്ങനെയെങ്കിലും അനുനയിപ്പിച്ചോണ്ട് വാ. നീ വിജയനെ വിളിച്ചോ? ഇല്ല, എനിക്കൊരു നാണക്കേട് പോലെ. ഈ കാര്യത്തിൽ നീ നാണക്കേടൊന്നും നോക്കണ്ട. നീ വിജയനെ വിളിച്ച് എവിടെയുണ്ടെന്ന് അന്വേഷിക്ക. ഞാൻ അങ്ങോട്ട് വരാം. അമ്മ വരുവോ? ഞാൻ വിജയേട്ടനൊന്ന് വിളിച്ചു നോക്കാം അല്ലേ? ഉടക്കാനൊന്നും നിൽക്കരുത്. കഴിയുന്നിടത്തോളം പെട്ടെന്ന് അവർ രണ്ടുപേരും തിരിച്ചു കൊണ്ടുവരാൻ നോക്കണം. ഞാൻ വിളിക്കാം അമ്മേ. എന്നാലേ ഞാൻ അങ്ങോട്ട് പുറപ്പെടാൻ പോവുക. ഒന്ന് ഒരുങ്ങിയാൽ മാത്രം മതി. ശരി അമ്മേ. അച്ഛാ, ഫോൺ. ആരാടി? അമ്മയോ? അമ്മ? അവളെ അമ്മയെന്ന് വിളിക്കുന്ന നിന്നെ തല്ലണം.
അമ്മേ അച്ഛാ കോൾ എടുത്തില്ലേ? ഇല്ല, തൽക്കാലം അതിന്റെ ആവശ്യമില്ല. അതാ വേണ്ടത്. അവളൊരു പാഠം പഠിക്കട്ടെ. അച്ഛാ കോൾ എടുത്ത് സംസാരിക്കച്ചാ. എന്തിന്? എനിക്കിത്തിരി മനസമാനം വേണം ഇവിടെയെങ്കിലും. നീ എപ്പോഴും താന്നു കൊടുത്തിട്ടാ അവള് നിന്നെ ഭരിക്കാൻ വരുന്നത്. ഞാനും അച്ഛനും എവിടെ പോയെന്നറിയാതെ അമ്മ വിഷമിക്കും. വിഷമിക്കുന്നല്ല പറയേണ്ടത്, അവൾ തെറ്റിദ്ധരിക്കുന്നു പറ. എന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഭാര്യയാണെങ്കിൽ അവൾ വിചാരിക്കും വിജയേട്ടൻ ജാനിമോളയും കൊണ്ട് അമ്പലപ്പുഴയല്ലാതെ വേറെ എങ്ങും പോവില്ലെന്ന്. കൊള്ളാം. അവളങ്ങനെ വിചാരിക്കുന്നവളായിരുന്നെങ്കിൽ ഈ പ്രശ്നം വല്ലതും ഉണ്ടാവുമായിരുന്നു. അവളുടെ മനസ്സിലിപ്പം എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അച്ഛമ്മ, ഈ വാശി കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടോ? എന്നോടുള്ള ശത്രുത ഇരട്ടിക്കല്ലേ ഉള്ളൂ. ഓഹോ, അല്ലെങ്കിൽ അവക്ക് നിന്നോട് വലിയ സ്നേഹമാണോ? നീ കുറച്ചുനാൾ ഇവിടെ താമസിക്കേ. വിജയൻ ജോലിക്കും പോട്ടെ. നിനക്ക് ഇവിടുന്ന് സ്കൂളിൽ പോകാമല്ലോ. എപ്പോഴായാലും അങ്ങോട്ട് തന്നെയല്ലേ തിരിച്ചു ചെല്ലേണ്ടത്. ഇടി കൊച്ചേ, അവള് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതിലൊന്നായി ഇത്. വിജയന്റെ മെക്കിട്ട് കയറിയ അവൻ അവന്റെ പാട് നോക്കി പോകുന്നു. അവളുടെ വിചാരം എന്താ? വിജയന് പോകാൻ ഒരു സ്ഥലവും ഇല്ലെന്നല്ലേ. അവന് സ്വന്തം വീടും അവന്റെ അമ്മയും ഉണ്ടെന്ന് അവള് മനസ്സിലാക്കട്ടെ. അവളുടെ വിചാരം അവൾക്ക് മാത്രമേ അമ്മയുള്ളെന്ന്. 2 പിള്ളേരില്ലേ അച്ഛമ്മ എവിടെ? അവരെന്ത് തെറ്റ് ചെയ്തു? അവർക്ക് അവരുടെ അച്ഛനെ വേണ്ടേ? നീ എന്താടി ഈ പറയുന്നേ? ഞാനെന്നാ എന്റെ മക്കളെ ഉപേക്ഷിച്ചോ? അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്നു വെച്ച് ബന്ധം വേർപെടുത്തിയെന്നാണ് നിന്റെ വിചാരം? അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞുണ്ടാക്കും, എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് ആർക്കറിയാം. നീ നിന്റെ അച്ഛമ്മയുടെ അടുത്താണല്ലോ. ഇവിടെ നിനക്ക് സുരക്ഷിതത്വത്തിന് ഒരു കുറവൊന്നുമില്ലല്ലോ. ഉണ്ടോ? ഇല്ല. എന്നാ പിന്നെ മിണ്ടാതിരുന്നോണം. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഇതിപ്പോ വലിയ വഴക്കായിട്ട് മാറിയാ നീ എന്ത് ചെയ്യും? ഞാൻ അച്ഛനെ മാത്രമേ കുറ്റം പറയത്തുള്ളൂ. ഓ, നീ പറഞ്ഞോടി. ഇനി നീയായിട്ട് എന്തിനാ കുറയ്ക്കുന്നേ? എല്ലാവർക്കും മെക്കെട്ട് കയറാൻ ഞാൻ ഒരുത്തനുണ്ടല്ലോ. നീ വാങ്ങിച്ചേ, നമുക്ക് അടുക്കളയിൽ കയറി രാവിലെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാം. വാ. ആ, അങ്ങനെ നല്ല കാര്യം വല്ലതും ചെയ്യും. വാ മോളെ.